വോട്ടർമാരോട് നന്ദി പറയാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ഇന്ന് മണ്ഡലത്തിലെത്തും. വിവരങ്ങളുമായി അഭിന ചേരുന്നുണ്ട്. അഭിന, ഏതൊക്കെ പരിപാടിയിലാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുക? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഒരു വൻ വിജയത്തിന് ശേഷം ഇതാദ്യമാണ് പ്രിയങ്കയും രാഹുലും ഇന്ന് മണ്ഡലങ്ങളിലേക്ക് എത്തുന്നത്. 11 മണിയോടുകൂടി കരിപ്പൂരിലെത്തും. ഈ കരിപ്പൂരിലെത്തുമ്പോൾ പ്രിയങ്കയും രാഹുലിനെയും സ്വീകരിക്കുവാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാൽ അടക്കം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും കരിപ്പൂരിൽ നിന്നും പിന്നീട് ഈ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുക്കത്തായിരിക്കും ആദ്യ സമ്മേളനം നടക്കുക. പിന്നീട് ഏറനാട് താലൂക്കിലെ കരുളായി 2:15 കൂടിയാണ് കരുളായിലും, അതിനുശേഷം 3:30 വണ്ടൂരിലും, പിന്നീട് 4:30 എടവണ്ണ എന്നിവിടങ്ങളിലെ സ്വീകരണ പരിപാടികളിലായിരിക്കും പ്രിയങ്ക പ്രധാനമായും പങ്കെടുക്കുക. അതിനുശേഷം പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ 10 മണിയോട് കൂടിയായിരിക്കും വയനാട് കേന്ദ്രീകരിച്ചുള്ള സ്വീകരണ പരിപാടികളിലെല്ലാം തന്നെ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുക. പ്രധാനമായും മാനന്തവാടിയിൽ 12:15 സുൽത്താൻ ബത്തേരിയിൽ 1:30 പിന്നീട് കൽപ്പറ്റയിലുമായിട്ടായിരിക്കും സ്വീകരണ പരിപാടികളിൽ പ്രിയങ്കയും രാഹുലും പങ്കെടുക്കുക. തുടർന്നാണ് പിന്നീട് ഈ പരിപാടികൾക്കെല്ലാം ശേഷം അന്നേ ദിവസം വൈകിട്ട് തന്നെ പ്രിയങ്ക ഡൽഹിയിലേക്ക് തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും പ്രിയങ്കയും രാഹുലും തിരിച്ച് അന്നേ ദിവസം വൈകിട്ട് പോകുമെന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആതിര, അഭിന, 2 ദിവസങ്ങളിലായാണ് മണ്ഡലങ്ങളിൽ തുടരുന്നത്. ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? തീർച്ചയായും തിരുവമ്പാടി മണ്ഡലത്തിലും അതുപോലെ തന്നെ വയനാട്ടിലുമായി സുരക്ഷ വലിയ രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെ വിജയാഘോഷത്തിൽ തന്നെ നിരവധി ആളുകളാണ് പ്രിയങ്കയെ കാണുന്നതിനായും അതുപോലെ തന്നെ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായും എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ ഈ പ്രതിപക്ഷാംഗങ്ങളുടെ തന്നെ വലിയ ഒരു പ്രതിഷേധവും അതുപോലെ തന്നെ ആളുകളുടെ തമ്മിലടിയും എല്ലാം നമ്മൾ കണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതിഷേധത്തിന് ഇട ഉണ്ടാകുമെന്നുള്ള ഒരു കരുതലിനെ കൊണ്ട് തന്നെയാണ് പോലീസ് അംഗങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു സുരക്ഷ തന്നെ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടി മണ്ഡലത്തിലും അതുപോലെ തന്നെ വയനാട് മണ്ഡലങ്ങളിലുമായി നിരവധി പോലീസുകാരെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആതിര, ശരിയെ തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയാനുണ്ട്.